അപ്പോൾ കേരളത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഇതിന് മെയിൽ അയച്ചിട്ടാണ് നമ്മൾ ആദ്യം അപേക്ഷിക്കേണ്ടത്. ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ പരീക്ഷ 18-ാം തീയതി ഈ മാസം നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി പ്രാക്ടീസ് സെക്ഷൻ 10 ഡേയ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 100 ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് 10 ദിവസം കൊണ്ട് ഏകദേശം 1000 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുകയും ഇത് കുട്ടികൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ സംഘടിപ്പിച്ച സമയത്ത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക് അടക്കമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. സോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം കൊച്ചിയിലായിരിക്കും ജോബ് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും അതുപോലെ എക്സ്പീരിയൻസിൻ്റെ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു മെയിൽ കണ്ടോ, ഈ ഒരു മെയിലിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ടത്. 8/4/2026 ഈ ഒരു ഡേറ്റിനോ അല്ലെങ്കിൽ ഇതിന് മുൻപായിട്ടോ എന്ത് ചെയ്യണം, നാളെയാണ് ഈ ഡേറ്റ് വരുന്നത്. സോ ഈ ഒരു ഡേറ്റിന് നാളെ രാത്രിക്ക് മുൻപായിട്ട് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും, പരീക്ഷയൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 10/4/2026 കൊച്ചിയിൽ വെച്ച്, കേരളത്തിൽ തന്നെയായിരിക്കും ഇൻ്റർവ്യൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി വേണം ഇൻ കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിനുള്ളവർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. വിത്ത് PG DCA പറയുന്നുണ്ട്, വിത്ത് ഗുഡ് വർക്കിംഗ് നോളജ് ഇൻ സോഫ്റ്റ്വെയർ സച്ചാസ്. ഇവിടെ പറയുന്ന കുറച്ചധികം സോഫ്റ്റ്വെയർസിൻ്റെ ടൂളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള അറിവ് വേണമെന്ന് പറയുന്നുണ്ട്. അഡോബും ഫോട്ടോഷോപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമം 2 year എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്ന കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മൈക്രോസോഫ്റ്റിലൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഡിസറബിൾ ആണ്, ഇതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് താൽക്കാലിക അടിസ്ഥാനത്തിൽ വിളിച്ചിട്ടുള്ള ജോലിയാണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 30,000 രൂപയാണ് ശമ്പളമായിട്ട് വരുന്നത്. വർക്കിംഗ് പ്ലേസ് വരുന്നത് കൊച്ചിയിലായിരിക്കും. സോ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫോമൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി നാളെ വൈകുന്നേരത്തിനുള്ളിൽ, അതായത് നാളെ രാത്രിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കണം. അതായത് 8/4/2026 ഈ ഒരു ഡേറ്റ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ അപേക്ഷ അവിടെ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിൽ ചെയ്താൽ മതി, ഈ ഒരു മെയിലിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്.